ഭർത്താവും കൂടി വന്ന് കല്യാണത്തിന് വിളിച്ചിട്ട് പോയതല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോ അവർ എന്ത് വിചാരിക്കുന്നു? അതിനല്ലേ രാജമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ ഇന്നലെ നിന്നോട് പറയുന്നത്. അക്കാര്യം മാത്രം എന്നോട് പറയണ്ട. ഒന്നാമത് ഒരു കല്യാണ വീട്, കണ്ണില്ലാത്ത ഒരുത്തി അവിടെ ചെല്ലുന്നത് തന്നെ ഐശ്വര്യക്കേട്. അത് മാത്രമാണോ? ഒരുത്തിയോളം പോകുന്നവളെയും കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആളുകൾ ഓരോന്നും പറയില്ലേ? അതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ. എന്താണ് എന്റെ ഇഷ്ടം പോലെ ചെയ്യേ മോളെ. എവിടെ? നിങ്ങൾക്കും കൂടെ വന്നാലെന്താ? ഇന്നൊരു ദിവസത്തെ അവധി എടുത്താൽ തല തെറിച്ചു പോകുമോ? അച്ഛാ, അല്ല പോവുകയാണോ? അപ്പൊ ഇതുവരെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ? ഇന്ന് 2-3 കടകളിലെ കണക്ക് പരിശോധനയാണ്. ഇന്ന് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ ജോലിക്ക് ചെല്ലുന്നതെന്ന് അവർ പറയും. പട്ടിണി കിടക്കാൻ തയ്യാറാണോ? എന്നാ ഞാനും പോകുന്നില്ല. കല്യാണ വീട്ടിൽ മൈക്ക് വെച്ച് തുടങ്ങി ആളുകളൊക്കെ വന്നെന്നാ തോന്നുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ചെല്ലും. പെണ്ണെ, ഞാനാ കല്യാണ വീട്ടിലേക്ക് പോവുക. ചിറ്റമ്മേ, ഞാനും നീ വരാത്ത കുറവേ ഉള്ളൂ. അവിടെ വന്നിട്ട് എന്ത് കാണാനാ? കാര്യം രാജമ്മ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നാം ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതും പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അതിന് നമുക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ രാജമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? എനിക്കും ഒന്നുമില്ല. ഞാൻ ആരാണെന്നറിയാമോ? എന്നോട് ഇഷ്ടമുള്ളവരാ എനിക്കും ഇഷ്ടമാണ്. രാജമ്മ എന്റെ ശബ്ദമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ രൂപവും ഊഹിക്കാൻ കഴിയും. കരി പോലെ കറുത്തവനാണ് ഞാൻ. പക്ഷേ പാൽ പോലെ വെളുത്ത മനസ്സുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു ഹരിജനാണ്, എന്ന് വെച്ചാൽ പുലയൻ. അതുകൊണ്ട് എനിക്കെന്താ? ഒന്നുമില്ലേ. ഞാനൊരു നായർ സ്ത്രീ ആയതുകൊണ്ട് എനിക്കുള്ള നേട്ടം എന്താ? എനിക്കാവശ്യം കുറച്ച് സ്നേഹവും ദയയുമാണ്. എന്റെ വീടും സമുദായവും എനിക്കത് തന്നില്ല. തന്നത് അങ്ങ് മാത്രമാണ്. ഓഹോ, രാജമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ? ക്ഷമിക്കണം. ക്ഷമിക്കാനോ? അഭിനന്ദിക്കാണ്. അപ്പോ ഞാൻ പോട്ടെ. ശരി. എനിക്കറിയില്ല. അയ്യോ, എനിക്കൊന്നും അറിയില്ല. ചിറ്റമ്മയ്ക്ക് എന്ത് പറ്റി? ചിറ്റമ്മേ, 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 ചിറ്റമ്മേ. കമലേ, കമലേ, കമലം. കണ്ടിട്ടാണല്ലോ ഇവിടെ ഇവളിങ്ങനെ ഭയപ്പെടുന്നത്. ഇത് വല്ല വാദോപദ്രവമാണ്. നാശമായല്ലോ. ഞാൻ തന്നെ ഒരു സമ്മാനം രാജമ്മയുടെ വീട്ടിൽ ഇത്രയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതില്ല. ഏതായാലും ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്നെങ്കിലും ഞാൻ വന്ന് എടുത്തുകൊള്ളാം. അപ്പോ ഇനിയും എന്റെ വീട് സന്ദർശിക്കാൻ രാജമ്മയ്ക്ക് പരിപാടി ഉണ്ടെന്നർത്ഥം. എന്താ, അങ്ങ് സമ്മതിക്കില്ലേ? സമ്മതം എന്തിന്? എന്റെ വീട് രാജമ്മയുടെ വീടില്ലേ? അങ്ങിത് കാര്യമായി പറയുകയാണോ? രാജമ്മയ്ക്ക് ഇനിയും എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അകത്തില്ലാത്തത് ഞാൻ പുറത്തു പറയില്ല രാജമ്മ. ഈശ്വര, രാജമ്മ എന്നെ ഏൽപ്പിച്ചത് ഞാനിവിടെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു.
അതെന്നും ഇവിടെ കാണും. എപ്പോ വേണമെങ്കിലും വന്നെടുത്തു. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. രാജമ്മയുടെ മുറിയിൽ എവിടുന്ന യക്ഷിയും ഭൂതവും അതൊക്കെ നിന്റെ മനസ്സിന്റെ ഭീതി കൊണ്ട് തോന്നുന്നതാ. അയ്യോ അല്ല അല്ല, ഞാൻ കണ്ടതല്ലേ. പാതിരാ നേരത്ത് തലമുടി അടിച്ചിട്ട് ഏതാണ്ട് ഒരു ഒച്ച ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുന്നു. ആ കണ്ണു കണ്ടാൽ തന്നെ തട്ട് കിട്ടിപ്പോവും. അവൾക്ക് എന്തോ ശക്തി ഉണ്ടെന്നാ തോന്നുന്നു. പിന്നെ കണ്ണില്ലാത്ത പെണ്ണിനല്ലേ ശക്തി. രാജമ്മ എന്തേ? അവളെ ഇങ്ങനെ വിളിക്ക്. അവള് രാവിലെ തന്നെ സദനത്തിൽ പോയില്ലേ? രാജമ്മ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ കാറ് നിർത്തി. ഇനി തനിച്ച് പൊയ്ക്കുള്ളൂ. പോകാം. വേണമെങ്കിൽ ഞാൻ സദനം വരെ കൊണ്ടാക്കാം. അയ്യോ വേണ്ട, അങ്ങ് വരണ്ട. ശരി, പൊയ്ക്കുള്ളൂ. എന്താ മുറത്ത് കയറി കൊത്തി തുടങ്ങിയില്ലേ? മനസ്സിലായില്ല. ഈ നാട്ടുകാരെയൊക്കെ അങ്ങനെ വിട്ടികളാക്കരുത് കേട്ടോ. നാട്ടുകാരുടെ കാര്യം വിടൂ, നിങ്ങളുടെ കാര്യം പറയും. രാജമ്മയെ ഡോക്ടർ എവിടെ കൊണ്ടുപോയിരുന്നു? എന്റെ വീട്ടിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങളത് നേരത്തെ അറിഞ്ഞു. എന്നാൽ വീട്ടിൽ വരാമായിരുന്നല്ലോ. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത് കാണാൻ വേണ്ടി തന്നെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നിട്ട് കണ്ടില്ലേ? കണ്ടു. പക്ഷേ ഈ ഏർപ്പാടുണ്ടല്ലോ ഞങ്ങൾ സമ്മതിച്ചു തരില്ല. ഞങ്ങളുടെ ജാതിയെ തൊട്ടുള്ള കളിയുണ്ടല്ലോ, എന്ത് വന്നാലും ഞങ്ങൾ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. ഓഹോ, സ്വജാതി എന്ന് വെച്ചാല് ഞങ്ങളുടെ ജീവനാണ്. അതിനുവേണ്ടി ഞങ്ങൾ മരിക്കും. ഏയ്, മരിക്കൊന്നും വേണ്ട. രാജമ്മ നിങ്ങളുടെ സുജാതിയല്ലേ? നിങ്ങളിൽ ആർക്കെങ്കിലും രാജമ്മയെ വിവാഹം കഴിക്കാം. അതിന് ഞങ്ങളുടെ ജാതിയിൽ വേറെ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ട് വേണമല്ലോ. അപ്പോൾ രാജമ്മയുടെ കാര്യമോ? അത് താനെന്തിനറിയുന്നു? ആ, അത് ശരിയാണ്. ഞാൻ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്നേഹിക്കാന് നിങ്ങളുടെ സ്വജാതിയില്ലേ? അതിന് ഞങ്ങളുടെ ജാതിയിലുള്ള പെണ്ണുങ്ങൾ എന്ത് പിഴച്ചു? എന്താ, നിങ്ങളുടെ ജാതിയിലുള്ള സ്ത്രീകളെ സ്നേഹിച്ചു പാടില്ല. അഥവാ ഒന്ന് സ്നേഹിച്ചു പോയാലോ? സ്നേഹിക്കാൻ സമ്മതിക്കില്ലല്ലോ, പിന്നല്ലേ അഥവാ. ഇതുവരെ കണ്ണു കാണാൻ പാടില്ലാത്ത ഒരു പെണ്ണിനോടുള്ള സഹതാപമായിരുന്നു എനിക്ക് രാജമ്മയോട്. ഇപ്പോൾ മുതൽ ഞാൻ അവളെ സ്നേഹിക്കാൻ പോവാണ്. എന്ത് സംഭവിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. സ്നേഹിക്കാൻ പോവാണ് അല്ലേ? ആ പൊലേന്റെ അഹങ്കാരം കണ്ടില്ല തോന്നാര്. താൻ എന്തോടെ അയാളെ അടിക്കാൻ? താൻ തൊട്ടഹയ്ക്ക് അടിക്കുന്നവനായിരുന്നല്ലോ. ഇടാ, അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണോ? അയാളെ അടിച്ചാൽ നമ്മൾ കുഴയും. അപ്പൊ പിന്നെ അയാൾ സ്നേഹിച്ചോടുന്നു. സ്നേഹിക്കല്ല, ഇനി കല്യാണം ചെയ്താൽ പോലും നമുക്കൊന്നും പറയാനൊക്കില്ല. സർക്കാർ നിയമം അതാ. അയ്യോ നേരെ, അതൊക്കെയല്ല. സർക്കാർ വേറെ, സ്വജാതി വേറെ. അതിന് നമുക്ക് പണി ഉണ്ടാക്കാം. അവിടെ അയാൾ തന്നെ അതിനുള്ള ബുദ്ധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫലിക്കുമോ? ഫലിക്കാതെ എവിടെ പോകുന്നു? ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാ മതി. നീ ബാ. സ്വജാതി ആയതുകൊണ്ടാണ് ഞാൻ ഈ വന്നി പറയുന്നതൊക്കെ. പെണ്ണു വല്ല അർത്ഥവും കാണിച്ചാൽ ഗോപാലുള്ള ചേട്ടനോ കവലം വെക്കോ പെണ്ണിനൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിനാണ് നാണക്കേട്, അതായത് നമ്മുടെ ജാതിക്ക്. അവളിങ്ങി വരട്ടെ. ഇന്നത്തേത് കൊണ്ട് അവിടെ സദനത്തിൽ പോക്ക് ഞാൻ നിർത്തിയേക്കാം. അയ്യോ, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സദനത്തിൽ പോയാലും പോയില്ലേലും പെണ്ണ് പെണ്ണ് തന്നെയാ. പെണ്ണിന്റെ മനസ്സിൽ ഒരു കളങ്കം കടന്നു പോയോ? അല്ല പിന്നെ കാലമ്മേ, ഞാനത് പറയണോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ചാൽ അന്തമില്ല ചെല്ലപ്പൻ നായരെ. അര നാഴികയ്ക്ക് മുമ്പ് അവളെ ഇവിടെ ഇറക്കി വിടാതെ നിവർത്തിയില്ല. അവൾക്ക് ഏതാണ്ടൊരു വേറെ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ഏതാണ്ടൊരു കഷ്ടകാലമാണെന്ന് പറയുക. അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യമല്ലേ ഈ ഹരിജന പ്രേമം. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ചെല്ലപ്പൻ നായരെ? കവലം എന്നെ ഒന്ന് നോക്കി, എന്റെ നേരെ ഒന്ന് നോക്കി. നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ട്? നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. എന്റെ മുഖത്ത് നോക്കി പറയണം. വല്ല ബന്ധമുണ്ടോ? ഇല്ല. എന്നാലുണ്ട്. അയ്യോ, എങ്ങനെ? രക്തബന്ധവും സ്നേഹബന്ധവും ഒന്നും അല്ല, ജാതി സ്നേഹം, സ്വജാതി. മനസ്സിലായോ? ഇപ്പോഴെന്താ, രാജമ്മയ്ക്ക് കണ്ണില്ല, കല്യാണം കഴിക്കാൻ ആളുമില്ല. പെണ്ണിന് സ്വഭാവ ദൂഷ്യത്തിന്റെ ഒരു ചെറിയ ലക്ഷണവും. സ്വജാതിയായി പോയില്ലേ, കൈയൊഴിഞ്ഞ് കളയാനൊക്കുമോ? അതുകൊണ്ട്
രാജമ്മയ്ക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. നേരാണോ ചെല്ലപ്പൻ നായരെ? ഈ ചെല്ലപ്പെന്നാണ് പറയല. കഴുത്ത് പോകുമെന്ന് വന്നാലും ഈ നായരെയല്ല ഏതാ ചെല്ലപ്പൻ നായരെ ചെറുക്കൻ? ബഹളമൊന്നും കൂട്ടണ്ട. ചെറുക്കനിന് മാറിപ്പോകാനും മറ്റും പോകുന്നില്ല. ചെറുക്കനെ ഞാൻ ഉറപ്പിച്ചങ്ങനെ നിർത്തിയിരിക്കാം. പാട് പെട്ടിയ. ചെറുക്കൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞു ചെല്ലപ്പൻ നായരെ. നമ്മുടെ സോമൻ നായര്. സോമൻ നായരോ? എന്താ അല്പം പ്രായം കൂടിപ്പോയി ഇല്ലേ? 2 കണ്ണുപോയിലും വലുതാണോ 5-6 വയസ്സ് പോയത്? അല്ല, വയസ്സിന്റെ കാര്യമല്ല. പിന്നെ പിന്നെ സോമൻ നായർ സമ്മതിച്ചു? ഇല്ലെങ്കിൽ ഞാൻ ഇതിവിടെ വന്ന് പറയുമോ? പെണ്ണിനോട് വീട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, സ്വജാതിയോടുള്ള സ്നേഹം കൊണ്ടങ്ങ് സമ്മതിച്ചതാണ്. പിന്നെ ഈ അരിജന പ്രേമൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. മിണ്ടിയേക്കരുത് കേട്ടോ, എന്റെ കഴുത്ത് മുറിച്ചു കളയും. അല്ലേ കവലം എന്തിനാ ഇത്ര വളരെ ഇരുന്ന് ആലോചിക്കുന്നു? ആലോചിക്കാനൊന്നും ഇല്ലെന്ന്. ഇതുപോലൊരു മഹാഭാഗ്യം ഇനി കിട്ടാൻ പോകുന്നില്ല. ശരിയാണ് ചെല്ലപ്പൻ നായരെ. വൈകുന്നേരം അവിടെ അച്ഛൻ കൂടി ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഗോവാലുള്ള ചെന്നെ ഞാൻ വഴിക്ക് വെച്ച് കെട്ടോളാം. കവലമ്മയ്ക്ക് സമ്മതമാണോ അല്ലേ? എനിക്ക് സമ്മതമാണ്. കണ്ണില്ലാത്തവനെ കല്യാണം ചെയ്യാമെന്ന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യമല്ലേ? അത് പറ. ഇനി ഗോപാലവള ചെന്ന് അല്പം മടി പറഞ്ഞാൽ തന്നെയും കവലമ്മ പറഞ്ഞാൽ ശരിപ്പെടുത്തണം. അത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഇതുവരെ ഈ കാര്യം നീ എന്നോട് പറയാതിരുന്ന എന്താ? ആ ചെല്ലപ്പൻ നായർ നിങ്ങളെ കണ്ടിരിക്കുമെന്നല്ലേ ഞാൻ കരുതിയത്. ഞാനിവിടെ നേരം കണ്ടില്ല. ഞാൻ രായമൻ ഇങ്ങോട്ട് വിളിച്ചു. എന്തിനാ? ഇത് നേരാണോ നുണയാണോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അറിഞ്ഞിട്ട് എന്താ പുണ്യം? പ്രായമായ വരുത്തി വല്ലവന്റെ ഒക്കെ കാറിൽ കയറി നടക്കുന്ന അത്ര നിസ്സാര കാര്യമാണോടി? അതും ഒരു പോലെ. ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. അവൾ സമ്മതിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? കൊന്നു കളയുമോ? എങ്കിൽ ചോദിക്കാനും പറയാനും ഒന്നും സമയം കളയണ്ട, അങ്ങ് കൊന്നാക്ക്. എന്താ അവൾ സമ്മതിച്ചോ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ചോദ്യവും പറച്ചിലും എല്ലാം കഴിഞ്ഞു. അവൾ അത് സമ്മതിക്കുകയും ചെയ്യും. അവൾക്ക് സമ്മതിച്ചു എങ്കിൽ ഇനി ഞാൻ അവളെ കൊല്ലും. ഇനി ഈ വീട്ടിൽ അവൾ വേണം. ആ പെണ്ണ് അപ്പുറത്തെങ്ങാനും കിടന്നുറങ്ങട്ടെ. എന്നെ വിടാനാണ് പറഞ്ഞത്. ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ ചവിട്ടി കൊന്ന കാര്യം തീരുമോ? കൊല്ലുന്ന ആളിന് രക്ഷയുണ്ടോ? നിങ്ങൾ എന്ത് ഭ്രാന്താ കാണിക്കാൻ പോകുന്നു? പിന്നെ അവളെ അങ്ങനെ വിട്ടേക്കാൻ? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അധികം ആരും അറിയുന്നതിന് മുമ്പേ പെണ്ണിന്റെ കല്യാണം നടത്താൻ. നീ എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിപ്പിക്കരുത്. കല്യാണം നടത്താൻ ചെറുക്കം വേണ്ടേ? ചെറുക്കനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നാളെ കല്യാണം നടക്കും. ചെറുക്കനോ? ഏത് ചെറുക്കൻ? എല്ലാ കാര്യവും തീരുമാനിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സമ്മതം അറിയാൻ വേണ്ടി നാളെ രാവിലെ അവരിവിടെ വരും. സമ്മതമാണെങ്കിൽ നാളെ തന്നെ കല്യാണം നടക്കും. ആളാരാണെന്ന് പറ. വേറെ ആരുമല്ല, നമ്മുടെ സോമൻ നായർ. സോമൻ നായര്? എന്താ അറിയില്ലേ? ഈ സോമൻ നായര് ഇതിന് മുൻപ് വിവാഹം കഴിച്ചവരെ നിനക്കറിയാം? ആ സ്ത്രീ മരിച്ചുപോയില്ലേ? മരിച്ചുപോയോ? ഈ സോമൻ നായർ തൊഴിച്ചു വന്നതാണ്. അതൊക്കെ ആളുകൾ പറയുന്നതല്ലേ. എങ്കിൽ പിന്നെ അയാളെ കൊലക്കേസിൽ പ്രതിയായത് എങ്ങനെയാണ്? എന്നിട്ടെന്താ ശിക്ഷിക്കാതിരുന്നത്? കോടതിയിൽ നിന്ന് അയാൾ എങ്ങനെയോ ജയിച്ചു. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അയാൾക്ക് സമാധാനം പറയാതിരിക്കാനൊക്കെ ഇല്ല. നിങ്ങൾ അതും ഇതും പറഞ്ഞ് ഈ കല്യാണാലോചന മുടക്കിയാൽ ഇനി വേറൊരാൾ വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞാനിതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എങ്ങനെ സമ്മതിക്കും കമല? അയാൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് ഇനിയും കല്യാണം കഴിക്കുന്ന പെണ്ണിനെയും കൊല്ലണമെന്നുണ്ടോ? ഞങ്ങൾക്ക് വേറെ ഭർത്താവിനെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ആലോചന അങ്ങ് ഉപേക്ഷിക്ക്. ഇല്ലെങ്കിൽ കുറച്ചൊക്കെ കണ്ണടച്ചാ പറ്റൂ. നമ്മൾ മരിച്ചു പോയാൽ പെണ്ണ് എന്ത് ചെയ്യും? ആരുടെയും സഹായമില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ലവനായാലും കൊള്ളരുതാത്തവനായാലും ഒരുത്തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്ക്. പിന്നത്തെ ജീവിതമൊക്കെ അവിടെ വീതി പോലിരിക്കും. കൊള്ളരുതാത്ത എത്രയോ പേര് കല്യാണം കഴിച്ച് നല്ലവരായിരിക്കുന്നു. സോമൻ നായർ അങ്ങനെ ആയിക്കൂടുന്നുണ്ടോ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? പിന്നൊരു കാര്യം, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാജമ്മയ്ക്ക് ബാലപുത്രം ഏതാണ്ടുണ്ട്. അതുകൂടെ പുറത്ത് അറിഞ്ഞാൽ നിന്റെ ഭ്രാന്തൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. രാജമ്മയെ സോമൻ നായർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം അല്ലേ? ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു.